നമസ്കാരം. നിലമ്പൂരിൽ ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ്. നിലമ്പൂർ ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം. മൂന്ന് മുന്നണികളും വളരെ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമൊക്കെ തെരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഒരു പ്രവചനം അസാധ്യമായ നിലയിലേക്ക് നിലമ്പൂർ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്നോടൊപ്പം അധ്യാപകനും സെഫോളജിസ്റ്റുമായ തോട്ടക്കാട് N ഗോപാലകൃഷ്ണൻ ചേരുകയാണ്. നിരവധി തെരഞ്ഞെടുപ്പുകൾ പഠിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. 29 വർഷമായി ഈ തെരഞ്ഞെടുപ്പ് പ്രവചന രംഗത്ത് അദ്ദേഹമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. സ്വാഗതം. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടതാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. ഇപ്പോൾ അതിൽ ഒരു പ്രവചനം സാധ്യമാകാത്ത തരത്തിൽ ഉള്ള ഏറ്റുമുട്ടൽ, LDF UDF ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നു. പലതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അവിടെ ഒരു പ്രവചനം സാധ്യമാകുമോ? പ്രവചനം സാധ്യമാകും. രണ്ട് മുന്നണികൾ LDF UDF നേർക്കുനേരുള്ള പോരാട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് തന്നെയല്ലേ? അതെ. അൻവർ, PV അൻവർ ഒരു ഫാക്ടർ ആകുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ? ഭൂരിപക്ഷം നിർണയിക്കുന്ന കാര്യത്തില് അൻവർ ഒരു ഘടകമായിട്ട് വരത്തുള്ളൂ. വിജയപരാജയം വിജയപരാജയത്തിൽ ബാധിക്കത്തില്ല. അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതാണ്. ഇപ്പോൾ ഞാൻ മണ്ഡലത്തിൽ പോയപ്പോൾ അവിടെ ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ 10,000-ന് പുറത്ത് ഒരു കാര്യം ആരും ജനങ്ങൾ സാധാരണ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്ന ജനങ്ങൾ പറയുന്നില്ല. ഒരു സെഫോളജിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ അൻവർ എത്ര വോട്ട്? 10,000 തൊട്ട് 12,000 വരെ ഇതിനിടയ്ക്ക് ആയിരിക്കും അൻവർ നേടുന്ന വോട്ട്. നിലമ്പൂർ എന്ന മണ്ഡലം പലപ്പോഴും അതിന്റെ നിലമ്പൂർ മണ്ഡലത്തിലെ ഫലം നിർണയിച്ചിട്ടുള്ളത് അടിയൊഴുക്കുകളാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. ഇത്തവണ അതിനുള്ള സാധ്യതകൾ അടച്ചു എന്നതാണ് മുന്നണികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകം. അല്ലെങ്കിൽ അവരങ്ങനെയാണ് കരുതുന്നത്. അത്തരം അടിയൊഴുക്കുകൾ ഇത്തവണ ഉണ്ടാവില്ല എന്ന്. താങ്കളുടെ പ്രവചനം എന്താ? അടിയൊഴുക്കൊന്നും കാര്യമായിട്ടുണ്ടാവത്തില്ല. LDF-ഉം UDF-ഉം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ടുപേരും ജയം എന്നത് ഈ അവസാന നിമിഷങ്ങളിൽ പോലും പറയുന്നുണ്ട്. LDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമാകുന്നത് PV അൻവർ എന്നൊരു ഫാക്ടർ അവർക്കൊപ്പം നിന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് തങ്ങൾക്ക്, പാർട്ടിക്ക് യാതൊരു തരത്തിലും ഒരു തിരിച്ചടിയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തെളിയിക്കുക എന്നത് കൂടിയുണ്ട്. അവരുടെ കേഡർ വോട്ടുകൾ ഭദ്രമാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അത് സാധ്യമാകുമോ LDF-ന്? അത് മുഴുവൻ വോട്ടും കിട്ടത്തില്ല, കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകും. 5% വോട്ടെങ്കിലും നഷ്ടപ്പെട്ടു പോകും. അതായത് അൻവർ പിടിക്കുമോ? കുറച്ച് അൻവറിനും കിട്ടും, ബാക്കി UDF സ്ഥാനാർത്ഥിയും കിട്ടും. കുറച്ചുകൂടി വ്യക്തമാക്കുക എന്ന് വെച്ചാൽ LDF-ന് ഏതാണ്ട് 65,000 വോട്ടോളം അവിടെ എല്ലാ കാലത്തും അവരുടേതായുണ്ട്. അതിൽ കുറവ് വരുമെന്നാണോ? ഞാൻ പറയുന്നത് 60,000 തൊട്ട് 68,000 വരെ ആ ഒരു റേഞ്ചിൽ കിട്ടുമെന്നാണ് പറയുന്നത്. LDF-ന് വോട്ട് കിട്ടും. LDF-ന്. പക്ഷേ അവരുടെ ആകെയുള്ള വോട്ടിൽ കുറവ് എന്നതാണ് അത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ കുറവ് ഉണ്ടാകുന്നില്ല. അല്ല, കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറയും. കഴിഞ്ഞ തവണ അൻവറിന് 81,000 വോട്ടാണ് കിട്ടിയത്. അപ്പൊ അത് 65,000 ആണ്, 16,000 കുറഞ്ഞില്ലേ? അതിന് 16-ലേക്കാൾ കൂടുതൽ കിട്ടിയ വോട്ടാണ് കഴിഞ്ഞ തവണ അൻവറിന്. 16-നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. 16-ല് 77,000 മറ്റാ കിട്ടിയത്. അത് 21 ആയപ്പോഴത്തേക്ക് 81,000 ആയി. ഇത്തവണ അത് കുറയും. അൻവറിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അപ്പൊ അൻവർ CPM-ന്റെ പിന്തുണയോട് മത്സരിക്കുമ്പോൾ പാർട്ടി കേഡർ വോട്ടുകൾ പ്ലസ് അൻവറിനെ സമാഹരിക്കാൻ പറ്റുന്ന വോട്ടുകൾ, അതായിരുന്നു അവിടെ അൻവറിന്റെ വിജയം നിശ്ചയിച്ചിരുന്ന ഘടകം. അപ്പോൾ ഈ 2021-ൽ അൻവർ പിടിച്ച വോട്ട് എന്ന് പറയുന്നതിൽ അൻവറിന്റേതായ വോട്ടുണ്ട്. അപ്പോൾ അതിന് മാത്രമാണോ കുറവ് വരുന്നത്, അതോ LDF-ന്റെ കേഡർ വോട്ടുകൾ? കേഡർ വോട്ടല്ല, അനുയായികളുടെ വോട്ട്. കേഡർ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ പാർട്ടിയില് ഈ കൊടി ഇത് അനുയായികളുണ്ടല്ലോ പാർട്ടിയില്. LDF വോട്ടിൽ വിള്ളൽ വീഴും, കുറച്ച് വീഴും. LDF വോട്ട് കുറയും. അതിന് പുറമെ അൻവർ എന്ന വോട്ട് നഷ്ടപ്പെടും. ഓക്കെ, ഇവിടെ ഇപ്പോ NDA സംബന്ധിച്ച് നോക്കിയാൽ NDA സ്ഥാനാർത്ഥി ആദ്യം വേണ്ട എന്ന് വെക്കുന്നു, പിന്നീട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അവിടെ ഒരു പ്രധാന ഫാക്ടറാണ്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ, ആ നിലയ്ക്ക് ന്യൂനപക്ഷ വോട്ടുകളും മലയോര കർഷകരുടെ വോട്ടും സമാഹരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് NDA അവിടെ ഇറക്കിയിരിക്കുന്നത്. NDA സംബന്ധിച്ച് കഴിഞ്ഞ തവണകളിൽ നേടി വന്ന വോട്ട് നിലനിർത്തുക എന്ന ഒരു കാര്യമുണ്ട്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ നേടിയത് ഏതാണ്ട് 17,000-ഓളം വോട്ടാണ് ഈ മണ്ഡലത്തിൽ നേടിയത്. അപ്പോൾ അത് മറികടക്കുമോ, അല്ലെങ്കിൽ അത്രയും നേടുമോ, അല്ലെങ്കിൽ ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടി വന്നിരുന്ന വോട്ട് നിലനിർത്താനാകുമോ? 2 ചോദ്യങ്ങൾ NDA സംബന്ധിച്ചുണ്ട്. അതിലെന്തായിരിക്കും നടക്കുക? സുരേന്ദ്രന് കിട്ടിയ വോട്ടൊന്നും കിട്ടുകയില്ല. എൻ്റെ കണക്കനുസരിച്ച് 4,500 മുതൽ 6,000 വോട്ടുകൾ മാത്രമേ BJPക്ക് കിട്ടുകയുള്ളൂ. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് സാധാരണഗതിയിൽ വോട്ട് കുറയും. പിന്നെ BJP ഏതായാലും ജയിക്കില്ലെന്നറിയാം. അതുകൊണ്ട് BJPയുടെ അണികളിൽ ചിലരെങ്കിലും മുഖ്യശത്രു CPM-നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും. അത് ഇവർ LDF-കാർ പറയുന്ന പോലെ വോട്ട് കച്ചവടമൊന്നുമല്ല. അണികൾ CPM-നെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ NDAയുടെ വോട്ട് കുറയും. 12,000 വോട്ടെങ്കിലും കുറയും. ഇപ്പം 4,500 മുതൽ 6,000 വരെ കിട്ടും. അപ്പോൾ ആ കുറയുന്ന വോട്ട് UDF-ലേക്കായിരിക്കും പോകുന്നത്. UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഒരു പാർട്ടി ലെവൽ തീരുമാനമല്ല. അതായത് വോട്ട് കച്ചവടം എന്നൊക്കെ അവർ പറയും. അങ്ങനെയല്ലത്. പക്ഷേ NDAക്ക് ഉണ്ടാകുന്ന കുറവ് ആ വോട്ട് വരുന്നത് UDF-നെ വരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ NDA സംബന്ധിച്ച് എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വിശദീകരിക്കേണ്ടി വരും. അതൊക്കെ വരും. അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിട്ട് തപ്പും. അപ്പോൾ NDAക്ക് വോട്ട് കുറയും, LDF-ന് വോട്ട് കുറയും. 2021-നെയും 16-നെയും അപേക്ഷിച്ച് വോട്ട് കുറയും. പിന്നീട് അവിടെ UDF-ന്റെ സാധ്യതകളാണ് നിൽക്കുന്നത്. SDPI സ്ഥാനാർത്ഥി എത്ര വോട്ട്? SDPIക്ക് 3,200 മുതൽ 4,000 വരെ എന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. 3,200 മുതൽ 4,000 വരെ. 4,000 വോട്ട് അവർക്ക് ആ മണ്ഡലത്തിൽ ഇല്ല. പക്ഷേ എന്നാലും അത്രയും വോട്ട് 3,000, ചിലപ്പോൾ 3,600 ആയിരിക്കും കിട്ടുന്നത്. 4,000 വരെ വോട്ടുകൾ കിട്ടും. 4,000 താഴെയായിട്ട് കിട്ടും. അപ്പോൾ UDF വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. UDF-നോ LDF-നോ വലിയ മേൽക്കൈ അവകാശപ്പെടാനുള്ള മണ്ഡലമല്ല എങ്കിൽ പോലും അല്പമെങ്കിലും മേൽക്കൈ എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചാണുള്ളത്. അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോ UDF LDF നേർക്കുനേർ പോരാട്ടത്തിൽ നേട്ടം UDF-നായിരിക്കും. ആര്യാടൻ ഷൗക്കത്ത് 4,000 മുതൽ 20,000 വരെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഷൗക്കത്തിന് 72,000 മുതൽ 80,000 വരെ വോട്ട്. മറ്റേ LDF സ്ഥാനാർത്ഥിക്ക് 60,000 മുതൽ 68,000 വരെ. അപ്പോൾ 68,000 മറ്റേ 72,000 ആണ് കിട്ടുന്നതെങ്കിൽ 4,000 വോട്ട് ലീഡ്. ഇദ്ദേഹത്തിന് 60,000 മറ്റേ 80,000 ആണ് ലീഡ്, 20,000 വരും. അങ്ങനെയാണ് 4,000 മുതൽ 20,000 വരെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജായിട്ട് എടുക്കാം നമുക്ക്. 4,000-ൻ്റെ 20,000-ൻ്റെ ആവറേജ് 12,000 ആണ്. അപ്പോൾ ഏകദേശം 12,000 ലീഡ് കിട്ടും. 10,000 വോട്ടിന് മുകളിൽ എന്ന ആത്മവിശ്വാസമാണ് UDF ക്യാമ്പ് ഈ കൊട്ടിക്കലാശത്തിന്റെ ദിവസവും പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. വാർത്തയൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ പഠിപ്പിക്കുന്നിടത്തായിരുന്നു. അപ്പോൾ UDF-ന് അവിടെ മേൽക്കൈ ഉണ്ട്. 10,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കാനുള്ള സാധ്യതയാണ് ശരാശരി എടുക്കുമ്പോൾ ഉള്ളത്. ഏറ്റവും കുറവ് വോട്ടുകളാണ് ലഭിക്കുന്നതെങ്കിൽ പോലും 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിക്കുമെന്ന് പറയും. അങ്ങനെ ഈ 2 തവണയായി LDF സ്വതന്ത്രനായ PV അൻവർ വെച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലം UDF തിരിച്ചു പിടിക്കുകയാണ് എങ്കിൽ അതിന് ഈ തെരഞ്ഞെടുപ്പിൽ കളമൊരുക്കിയ പ്രധാന കാരണം എന്താകും? തെരഞ്ഞെടുപ്പിന് കാരണക്കാരൻ അൻവർ തന്നെയാണ്. അതല്ല ഞാൻ ചോദിച്ചാൽ, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ സൂചിപ്പിച്ചത്, ഒന്ന് ഭരണവിരുദ്ധ വികാരം എന്നതാണോ, അതോ അവിടെ വേറെ ചർച്ച ചെയ്ത വിഷയങ്ങളാണോ? പലതരത്തിലുള്ള വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ മുതൽ സർക്കാരിന്റെ വിലയിരുത്തൽ, പ്രശ്നങ്ങൾ, ദേശീയ വിഷയങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ച ചെയ്തു. അതിൽ ഏതാണ് പ്രധാനമായും വിധി നിർണ്ണയിക്കുന്ന ഘടകമായി? വിധി നിർണ്ണയിക്കുന്ന അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും വലിയ ബാധിക്കത്തില്ല. ഈ പ്രധാനമായിട്ട് ഭരണവിരുദ്ധ വികാരം, പിന്നെ രണ്ടാമത്തേത് ആണ് ഈ അന്യമുഖ ആക്രമണങ്ങൾ. ഈ ഇടയ്ക്ക് തന്നെ അനന്തു എന്ന് പറഞ്ഞ ഒരു കുട്ടി അവിടെ ഈ പന്നിക്ക് വെച്ച ഗണി ഷോക്ക് ഏറ്റു മരിച്ചല്ലോ. അതൊക്കെ ശരിക്കും ബാധിക്കുന്ന കാര്യങ്ങളാണ്.
അതിപ്പോ അൻവർ 9 കൊല്ലം MLA ആയിട്ടുള്ള ആളല്ല. അൻവർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെങ്കിൽ അൻവറിനൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതെ അതെ. അപ്പോൾ ഈ റിസൾട്ട് എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യും? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അതിന്റെ ഒരു സെമി ഫൈനലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ അത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും? അത് ഇപ്പോൾ കോൺഗ്രസിന് ഒരു 5000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടിയാൽ അവർക്ക് ആത്മവിശ്വാസത്തോടെ 26 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പറ്റും. അതുപോലെ ഈ LDF വിജയിച്ചാൽ അവർക്കും 26 തെരഞ്ഞെടുപ്പ് ആത്മവിശ്വാസത്തോടെ നേരിടാൻ പറ്റും. അങ്ങനെ അവർ വിജയിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വിജയിച്ചാൽ അപ്പോൾ UDF സംബന്ധിച്ച് താങ്കൾ പറയുന്ന ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ആത്മവിശ്വാസമായിരിക്കും. കാരണം ഇതുവരെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അതാത് മണ്ഡലങ്ങൾ നിലനിർത്തുക എന്നത് മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനപ്പുറം LDFന്റെ കയ്യിലിരുന്ന ഭൂരിപക്ഷം അതിനപ്പുറം ഒരു LDFന്റെ കയ്യിലിരുന്ന ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക വലിയൊരു ആത്മവിശ്വാസം കൂട്ടുവാണ്. തീർച്ചയായിട്ടും കൂട്ടും. അത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ മാത്രം ഒരു സാഹചര്യം എന്നതാണോ അതോ അല്ലാതെ പൊതുവായിട്ടുള്ള ട്രെൻഡാണ്? ഈ നിലമ്പൂർ ഫലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥാന പൊതുവായിട്ടുള്ള ട്രെൻഡാണ്. UDFന് 84 സീറ്റെങ്കിലും കിട്ടും അടുത്ത ഇലക്ഷന്. അത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴേ തയ്യാറാക്കാൻ പറ്റുമോ? കാരണം 2026 തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡ് നിശ്ചയിക്കപ്പെടുന്നത് ആ അവസാന ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം ശരിയാണ്. എന്നാൽ അത് അന്നേരം പിന്നെയും തയ്യാറാക്കും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് 84 സീറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ UDFന് 84. ഇപ്പം ഞാനത് മാറ്റിയിട്ടില്ല. 84 എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറയുന്നത് 78, 94 എന്നാണ്. ഒരു ആവറേജ് എടുത്താൽ 86 വരും. ഏത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം? 2026 ജനറൽ ഇലക്ഷന് UDFന് 78 മുതൽ 94 വരെ UDF ഭരണത്തിലെത്തുമെന്നാ പറയുന്നത്. ഭരണത്തിലെത്തുമെന്ന് മൂന്നാം ഭരണമൊന്നും വരില്ല. അത് ജനങ്ങൾ അതിനെ പിണറായി സർക്കാരില്ല, വരികയില്ല. അതിന് പിണറായി നേതൃസ്ഥാനത്ത് നിന്ന് മാറിയാലും വരത്തില്ല. അത് ജനങ്ങൾ അതിന് തയ്യാറായിരിക്കുകയാണ്. അതായത് കോൺഗ്രസ്സുകാരുടെ മെച്ചം കൊണ്ടൊന്നുമല്ല. അവരുടെ ഭരണം അടുത്തിട്ട് ജനങ്ങൾ ഇവരെ ജയിപ്പിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. അവർ എത്ര അവർ വഴക്ക് പിടിച്ചാലും. അപ്പോൾ നിലമ്പൂരിലെ മാത്രം സാഹചര്യം അല്ല ഇത്? അല്ലല്ല, നിലമ്പൂർ മാത്രമല്ല. ഞാനിത് സ്ഥിരമായിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ആൾക്കാരുമായിട്ട് ഒക്കെ സംസാരിക്കാറുണ്ട്. ഇതിനാണെന്നും പറഞ്ഞല്ല, അല്ലാതെ അങ്ങനെ ആൾക്കാരുടെ പൾസ് മനസ്സിലാക്കിയിട്ടാണല്ലോ പറയുന്നല്ല. ജ്യോത്സ്യമൊന്നുമില്ല ഇതിനകത്ത്. നമ്മൾ കേരളത്തിൽ ഓരോ ടേം കഴിയുമ്പോഴും അത് ഭരണ വിലയിരുത്തിയെന്നതാണോ അല്ലെങ്കിൽ അതൊരു ആചാരം പോലെ മാറ്റി മാറ്റി ആളുകളെ മുന്നണികളെ പരീക്ഷിച്ചു വരുന്ന ജനങ്ങളാണല്ലോ. കഴിഞ്ഞ തവണ മാത്രമാണ് അതിലൊരു മാറ്റം വന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാലേ, കഴിഞ്ഞ തവണ ഭരണം മാറാതിരുന്നതിന്റെ കാരണം ഈ കോവിഡ് കാരണം 4 പേർക്ക് ഒന്നിച്ച് ചേരാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പം ഗവൺമെന്റിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം ഒന്നും നടത്താൻ പറ്റിയില്ലായിരുന്നു കോവിഡ് കാലത്തെ. 20 ഏപ്രിലാണ് ലോക്ക്ഡൗൺ വന്നത്. 21 ഏപ്രിലിൽ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രചരണം നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഈ കിറ്റ് കൊടുത്തത് ഒക്കെ അതിനകത്തൊരു കാരണമാണ്. അപ്പോൾ UDFന് വലിയ ആത്മവിശ്വാസം നൽകും നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ അവർ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം വഴക്ക് പിടിക്കും. 5 കൊല്ലം ചിലപ്പോൾ ഇടയ്ക്ക് മുഖ്യമന്ത്രി മാറിയെന്നൊക്കെ വരും. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിലമ്പൂർ ഒരു ചൂണ്ടുപലകയാണ്. അത് UDFന് അനുകൂലമായിട്ട് വരും. അതിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് 2026 തെരഞ്ഞെടുപ്പിനും ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ UDFന് മെച്ചം ഉണ്ടാകുകയില്ല. പക്ഷെ നേരത്തെ ഉള്ളത് ഒരു പകുതി സീറ്റെങ്കിലും എല്ലായിടം കിട്ടും. അവർക്കിപ്പോൾ UDF ജില്ലാ പഞ്ചായത്ത് അവർക്കുള്ളത് എറണാകുളം, മലപ്പുറം, വയനാട്, 3 ജില്ലകളേ ഉള്ളൂ ജില്ലാ പഞ്ചായത്ത്. അതൊരു 6 ജില്ലയെങ്കിലും ആവും. അതുപോലെ കോർപ്പറേഷന് ഇപ്പോൾ UDFന് കണ്ണൂർ മാത്രമേ ഉള്ളൂ. എറണാകുളം കൂടെ അവർ ഉറപ്പായിട്ട് ജയിക്കും. പിന്നെ തൃശ്ശൂർ ചിലപ്പം BJPക്ക് പോകും. കോർപ്പറേഷനാണ് പറയുന്നത്, ജില്ലയല്ല. തിരുവനന്തപുരത്ത് ഇവിടെ ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല കോർപ്പറേഷനിൽ. 2 കൂട്ടർ BJPക്കും LDFനും ഒരു 40 സീറ്റ് വീതം. അപ്പം 80 ആയില്ലേ. ഒരു 20 സീറ്റ് UDFന് ഇപ്പോൾ 9 ഉള്ളൂ. അവരത് വർദ്ധിപ്പിക്കും.
BJP-ക്ക് 35 ഉള്ളൂ, അത് 40 ആകും. LDF-ന് 52, അത് കുറഞ്ഞ് 40 ആവും. അപ്പോൾ മേൽക്കൈ BJP LDF ഒരുപോലെ ആയിരിക്കും. തിരുവനന്തപുരത്തല്ല, ഞാൻ ആകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഈക്വൽ ആയിരിക്കും. അതിൽ ഈ മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസിന് കൂടുതൽ കിട്ടും. പിന്നെ പഞ്ചായത്തുകളിൽ LDF-ന് അല്പം മേൽക്കൈ ഉണ്ടാകും. ഇപ്പോൾ അവർക്ക് വലിയ മേൽക്കൈയാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിലെ ഏകദേശം 650 ഗ്രാമപഞ്ചായത്തും LDF-ന്റെ കയ്യിലായിരിക്കുന്നത്. ശരി, എന്തായാലും നമുക്ക് അറിയേണ്ടത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയായിരുന്നു. ഏതായാലും ഒരു പ്രവചനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അത് നിലമ്പൂരിൽ UDF-ന് അനുകൂലമായിട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് സമാസമം വരും എന്നതാണ്. 2026 ഈ നിലമ്പൂരിലെ ഒക്കെ അഡ്വാൻറ്റേജ് UDF-നുണ്ടാകും. ഭരണവിരുദ്ധ വികാരത്തിൽ UDF അധികാരത്തിലേക്ക് വരും. അത് UDF-ന്റെ മെച്ചമായിരിക്കില്ല, പക്ഷേ 2 തവണ ടേം LDF-നെ പരീക്ഷിച്ച ജനങ്ങൾ ഒരു മാറിയുള്ള പരീക്ഷണത്തിന് 2026 തയ്യാറാകും എന്നതാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചു.